എന്തൊക്കെയാണ് കൂട്ടുകാരെ വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും. ഇന്നിപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈവനിങ് വ്ളോഗും ആയിട്ടാണ് കേട്ടോ. എന്നും നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ളതിൽ കുറേ വിശേഷങ്ങൾ അങ്ങനെയായിട്ടാണ് വീഡിയോ എടുക്കാറുള്ളത്. ഇന്നിപ്പോൾ ഞാൻ ഒരു 4 മണി മുതലുള്ള വിശേഷങ്ങളാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. 4 മണിക്ക് ശേഷം ഒരു 8:30-9 മണി വരെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എന്നും നമുക്ക് ഇങ്ങനെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ തന്നെ എടുക്കാനൊക്കെ ഉള്ളൂ കേട്ടോ. എങ്കിൽ കൂടി ഇങ്ങനെയുള്ള വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളെപ്പോലുള്ള ഒരുപാട് പേരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇങ്ങനെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത് കേട്ടോ. എന്നും നമുക്ക് ഈ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഷെയർ ചെയ്യാനുള്ളൂ കേട്ടോ. വേറെ പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യാനൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതുമായിട്ട് വീണ്ടും വരുന്നത്. അപ്പോൾ വൈകുന്നേരം നമ്മളിതേ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ തൊട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പോയിട്ട് വാഷിംഗ് മെഷീനിൽ തുണി ഇട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ ഇങ്ങനെ കിടന്ന് കറങ്ങട്ടെ. ആ ഒരു ടൈമിൽ നമുക്ക് അടിച്ചു വാരി എടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വൈകുന്നേരം നമ്മൾ രാവിലെ അടിച്ചു വരാറുണ്ട് കേട്ടോ. പിന്നെ ഇത് വൈകുന്നേരം വിളക്ക് കാണിക്കുന്നത് മുന്നേ ആയിട്ട് നമ്മൾ വൃത്തിയാക്കണതൊക്കെയാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ ഇന്ന് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ അടിച്ചു വാരിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ തുണി ഇടുന്ന സമയത്ത് എല്ലാ തുണിയും കൂടെ ഒന്നിച്ചങ്ങോട്ട് ഇടില്ല കേട്ടോ. ഒരുപാട് തുണി ഉണ്ടെങ്കിലും അത് വേറെ വേറെ ആക്കിയിട്ട് തന്നെ ഇടാറുള്ളൂ. എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തേക്ക് പോകുന്ന ഡ്രസ്സ് ഉണ്ടെങ്കിൽ അത് വീട്ടിലിടുന്ന ഡ്രസ്സ്, അതുപോലെ മനുവിൻ്റെ ഡ്രസ്സ്, ഏട്ടൻ്റെ ഡ്രസ്സ്, എൻ്റെ ഡ്രസ്സ്, അപ്പൂസിൻ്റെ ഡ്രസ്സ്, ഇതൊക്കെ നമ്മൾ വേറെ വേറെ മാറ്റിയെടുത്തിട്ട് തന്നെയാണ് അലക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാനങ്ങനെ തരംതിരിച്ച് ആദ്യമേ വെച്ചിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് അങ്ങനെ ഓരോന്ന് ബേസിലോ പാത്രത്തിലോ ആക്കിയിട്ട് അങ്ങോട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പൂസ് അതെടുത്തിട്ട് മെഷീനിൽ അങ്ങനെ ഇടും കേട്ടോ. അതാണ് ഇവിടുത്തെ പരിപാടികളെ. അപ്പം അങ്ങനെ അതങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അടിച്ചു വരാനുള്ളതൊക്കെ അടിച്ചു വരിട്ടോ. പിന്നെ അതേ വേഗം വന്നുകൊണ്ട് ഡ്രസ്സൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഡ്രസ്സ് ഇനി നമുക്ക് വിരിച്ചിടാനുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ബക്കറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് അപ്പൂസ് വന്നിട്ട് ഒരു പാത്രം കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത വീട്ടിലുള്ള ഏട്ടൻ ശബരിമലയ്ക്ക് പോയി വന്നപ്പോൾ പ്രസാദമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ പൊരി ഉണ്ടാവില്ലേ, ആ പൊരി ഇങ്ങനെ അപ്പൂസ് ഇങ്ങനെ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആൾ മുറ്റത്ത് കൂടെ നടന്നിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണ അങ്ങനെ പുറത്തുനിന്ന് ഭക്ഷണമൊന്നും കൊടുക്കാറില്ല കേട്ടോ. പിന്നെ ഇപ്പോൾ ഇത് നമ്മൾ കുറച്ചേതായാലും പുറത്തേക്ക് ഇടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാലും അവരവിടെ ഇങ്ങനെ നിന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ വേഗം ഞാൻ ഇവിടെയൊക്കെ ഒന്ന് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇവിടെ വാഷിംഗ് മെഷീൻ നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കുന്ന സമയമാകുമ്പോൾ ഇങ്ങോട്ട് വെക്കുകയാണ് ചെയ്യണത് കേട്ടോ. അത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വൃത്തിയാക്കിയതിന് ശേഷം മാറ്റി വെച്ചു കേട്ടോ. അങ്ങനെയാണ് ചെയ്യണത്. ആദ്യം ഇവിടെ അതിൻ്റെ പ്ലഗൊക്കെ ഇരിക്കുന്നത് ഉള്ളിലാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാമേ. ഉള്ളിലാണ് അതിൻ്റെ പ്ലഗും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ അങ്ങനെ ഉള്ളിലൊന്നും വെക്കാറില്ല, പുറത്തേക്കാണ് എടുക്കുന്നത് കേട്ടോ. അപ്പം അങ്ങനെ അവിടെയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി അത് അവിടുത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റിക്കോളല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിന് ശേഷമാണ് നമ്മൾ തുണിയൊക്കെ വിരിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് വൈകുന്നേരങ്ങളിലാണ് അലക്കിയെടുക്കണത് കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, ചൂടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നല്ല ചൂടും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു 9 മണി 10 മണിയൊക്കെ ആവുന്ന ആ ഒരു ടൈമിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേഗം എനിക്ക് തലയിൽ നീരിറക്കം പിടിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അലക്കാൻ ഇരുന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ അത് കഴുത്ത് വേദനയാവും, നീരിറക്കം പിടിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ വൈകുന്നേരമാണ് അലക്കിയെടുക്കുന്നത്. അപ്പോൾ ഇന്നലെ അലക്കിയിട്ടതിൽ കുറച്ച് ഉണങ്ങാൻ ബാക്കിയുള്ള തുണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ തുണികളും കൂടെ ഇവിടേക്ക് ഒന്ന് വിരിച്ചിടാനുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോയിലും കാര്യങ്ങളിലൊന്നും അപ്പൂസിനെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ എല്ലാവരും പറയുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ ഇന്നത്തെ നമ്മളെ ഈവനിങ് വീഡിയോയിൽ അപ്പൂസിനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അവൻ 3:30-ക്ക് വന്നതിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ 4 മണി മുതലാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് എന്ന്. അപ്പോൾ അങ്ങനെ അതേ നമ്മൾ അതുകൊണ്ടാണ് അപ്പൂസൊക്കെ അതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ നമ്മളിതേ തുണികളൊക്കെ ഒന്ന് വിരിച്ചിടുന്നുണ്ട്. അപ്പൂസ് കൂടെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ
ആൾ വന്നതിന് ശേഷം ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി, ടി വി കാണാൻ വേണ്ടി കയറി. പക്ഷെ പിന്നെ അതുപോലെ തന്നെ അവൻ ടി വി ഒക്കെ ഓഫ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇവിടെയാണ് കേട്ടോ വാഷിംഗ് മെഷീനും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു പ്ലേസ്. ഇവിടെയൊക്കെയാണ് അതിൻ്റെ പ്ലഗൊക്കെ ഇരിക്കുന്നത് കേട്ടോ. ഈ ഒരു സൈഡിലായിട്ടാണ് പ്ലഗ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ എനിക്ക് അടിച്ചു വാരാനും തുടയ്ക്കാനൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ നിലത്തൊന്നും വെക്കണത് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ചൂടിലൂടെയൊക്കെ അടിച്ചു വരാൻ വേഗം പറ്റണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഞാനെടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുള്ളതാണേ. അപ്പോൾ അങ്ങനെ ഞാൻ അടിച്ചു വാരിയിട്ടതിന് ശേഷമാണ് നമ്മൾ തുണിയൊക്കെ വിരിച്ചിടാനും അവിടെ കഴുകാനൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് വന്നിട്ടാണ് പിന്നെ ഞാനിവിടെ തുടച്ചെടുക്കുന്നത്. അത് എടുത്തുകൊണ്ട് വരുന്നതിന് മുന്നേ ആയിട്ട് അപ്പൂസിൻ്റെ കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ എടുത്തുകൊണ്ട് വരുന്ന സമയത്താണ് അവ ഇതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ തുടയ്ക്കുന്നത്. വെള്ളത്തിൽ മുക്കില്ല കേട്ടോ, അല്ലാത്ത രീതിയിൽ അവൻ തുടയ്ക്കണത് ഇതാണ്. പിന്നെ വെള്ളമൊക്കെ പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആൾക്ക് തുടയ്ക്കാൻ വേണം കേട്ടോ. അപ്പോൾ അങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഞാനിവിടെയൊക്കെ ഒന്ന് തുടച്ചിരിക്കുന്നുണ്ട്. പിന്നെ വൈകുന്നേരം ആയത് കാരണം തന്നെ ഇനി പെട്ടെന്നൊന്നും ഉണങ്ങി കിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനവിടെ ഹാളിൽ ഫാനൊക്കെ ഇട്ട് വെക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പൂസ് അവിടെ കട്ടിലും ടേബിളിലൊക്കെ ആയിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ അതിലെടുത്ത് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അവിടെ ഉണ്ടായിരുന്ന സോഫ ഉണ്ടല്ലോ, ടി വിയുടെ അടുത്ത് നമ്മൾ സോഫ വെച്ചിട്ടുണ്ടായിരുന്നു. സോഫ നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. വേറെ നല്ല പുസ്തകത്തിൽ ചാടി കയറി കളിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അവന് കളിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുന്നിൽ നമ്മൾ ടേബിളും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ വേഗം മേല് കഴുകലൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. അതിന് ശേഷമാണ് പിന്നെ കാണിക്കുന്നത്. അപ്പോൾ കുറച്ച് ഉണക്കമുളകൊക്കെ വറുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ടോ തണുത്ത ഒരു സമയത്ത്. ഞാൻ ഇതിന് മുന്നേ കുറച്ച് മുളക് വറക്കാതെ വെച്ചിട്ടുണ്ടായിരുന്നു, അത് മറന്നുപോയി. അപ്പോൾ അങ്ങനെ അതിൽ പൂപ്പൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, ഒരു 5-6 മുളക് ഉണ്ടായിരുന്നുള്ളേ. പിന്നെ നമ്മൾ വൈകുന്നേരം ഉണ്ടാക്കുന്ന ഫുഡിൻ്റെതാണ് കേട്ടോ ഇപ്പോൾ ഈ കാണിക്കുന്നത്. നമ്മൾ ഇങ്ങനെ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വൈറ്റ് ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. യെല്ലോ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് കുക്കറിൽ 2 വിസിലടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മളിത് അരിയൊക്കെ ഒന്ന് കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മളിത് കുക്കർ വെച്ച് കൊടുത്തു. അതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തു കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. സാധാരണ നമ്മളിങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നെയ്യ് നമ്മൾ ഉപയോഗിക്കാറില്ല കേട്ടോ. അത് പൊതുവേ അങ്ങനെ തന്നെയാണ്, നെയ്യ് ഉപയോഗിക്കൽ കുറവായിട്ട് ഉപയോഗിക്കുള്ളൂ കേട്ടോ. ഇവർക്ക് വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാൻ കൊടുക്കുന്നല്ലാതെ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് നെയ്യ് ഒരുപാട് ഇടലില്ല. അപ്പം അങ്ങനെ അതൊക്കെ നായ സമയത്ത് നമ്മൾ അതിലേക്ക് ചേർക്കേണ്ട ഗ്രാമ്പൂ, പട്ട അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്ത അരീൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ. എന്നിട്ട് ആ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഉപ്പൊക്കെ ഇട്ട് അതൊന്ന് തിളച്ചതിന് ശേഷം നമ്മളിതേ അരിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വിസിലടിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഞാൻ ഈ ഒരു അപ്പച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്തെടുത്തു. അതുപോലെ തന്നെ മുന്തിരിയും കൂടെ ഒന്ന് വറുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഇത്ര അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നല്ല ഇവിടെ ഉണ്ടായിരുന്നത് കേട്ടോ. അതിൽ പകുതിയോളം ഒരു കഴിച്ച് പോയിട്ടുണ്ട്. പിന്നെ ഒരു സവാള കനം കുറച്ച് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു, ഒരൊറ്റ സവാള കേട്ടോ. അത് ആ നെയ്യിലിട്ടിട്ട് നമുക്ക് നന്നായിട്ട് വാട്ടിയെടുക്കുക. പിന്നെ ഞാൻ ഈ ഒരു ചട്ടി എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ എടുക്കുന്ന ചട്ടിയിൽ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ നെയ്യ് ഉണ്ടല്ലോ അത് നമുക്ക് വീണ്ടും വീണ്ടും ഒഴിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അത്രയും ഉപയോഗിക്കാറില്ല എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു നെയ്യ് തന്നെ നമുക്ക് ഇത് 3 നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് കാക്കി വന്നപ്പോഴേക്കും നമ്മളെ ചോറ് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് ഓപ്പൺ ചെയ്ത് നോക്കി. അപ്പോൾ ആ ഒരു ടൈമിൽ പിന്നെ അതിലേക്ക് നമ്മൾ ഗ്രീൻ പീസ് വറുത്ത് വെച്ചിട്ട് ഗ്രീൻ പീസ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ഗ്രീൻ പീസ് നമ്മൾ ഈ ചോറിലേക്ക് ഇട്ടിട്ട് നന്നാക്കി ഇളക്കി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും അതുപോലെ തന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവാളല്ലേ അതും കൂടി ഒന്ന് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗ്രീൻ പീസ് ഇട്ടിട്ട് ഞാൻ ആദ്യം നന്നാക്കി ഇളക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിന് മുകളിലായിട്ടാണ് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇതും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ കുറച്ച് മല്ലിച്ചെപ്പും പുതിനയിലയും കൂടെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അത് അരിഞ്ഞെടുത്തതിന് ശേഷം അതും കൂടെ ഒന്ന് മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? പിന്നെ നമ്മൾ അതിലേക്ക് ഞാൻ മറന്നു പോയതാണ് കേട്ടോ, കുറച്ച് നെയ്യും കൂടെ അതിൽ ചേർത്ത് കൊടുക്കാനുണ്ടായിരുന്നേ. അപ്പോൾ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നമ്മളത് അടച്ച് വയ്ക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ അത് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം പിന്നെ നമ്മൾ
നമ്മൾ എണ്ണിത്തണ്ട് ഉണ്ടല്ലോ, ആ എണ്ണിത്തണ്ട് കൂടെ നമുക്കൊന്ന് ഉണ്ടാക്കിയെടുക്കാനുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു എണ്ണിത്തണ്ടൊക്കെ ഉണ്ടാക്കിയെടുക്കണത് കേട്ടോ. അപ്പോൾ ഇത് ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല, ഇത് ഞാൻ നാളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്ന് എടുത്ത് അത് നന്നാക്കി അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തിരിക്കുകയാണ് കേട്ടോ അത്. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് വേഗം ഉണ്ടാക്കി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് ഏതായാലും ഒന്ന് ചൂടാറി കിട്ടും വേണമല്ലോ നമ്മളെ ചോറ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ടൈമിൽ നമുക്കിത് അരിഞ്ഞെടുക്കാം. പിന്നെ ഇത് നമ്മൾ ഇന്ന് തന്നെ പൊളിച്ചതായതുകൊണ്ട് തന്നെ ഇതിലേക്കല്ല, ഇതിൻ്റെ വെള്ളമൊന്നും വറ്റി തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് അരിഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ. നേരെ മറിച്ച് നമ്മൾ 1-2 ദിവസം കഴിയുന്നതിനനുസരിച്ച് ഇതിൽ വെള്ളം വറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു ടൈമിൽ ഇതിന് ഉറപ്പ് കൂടി വരും കേട്ടോ. പ്രത്യേകിച്ച് ചെറിയ കായയുടെ ചെറുതാവുമ്പോൾ. നമ്മൾ നേന്ത്രവാഴയുടെ ആണെന്ന് വെച്ചാൽ ഇങ്ങനെയല്ല കേട്ടോ ഉണ്ടാവുക, അത് വേറൊരു രീതിയിൽ തന്നെയാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഏതായാലും ഞാനിതൊന്ന് പെട്ടെന്ന് അരിഞ്ഞെടുക്കട്ടെ, എന്നിട്ട് നമുക്കിത് എടുത്ത് വയ്ക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ വലുതാക്കി അരിയില്ല കേട്ടോ, നന്നായി ചെറുതാക്കി അരിഞ്ഞെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അതൊക്കെ അരിഞ്ഞവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വേഗം പപ്പടം കൂടെ കാച്ചിയെടുക്കാമല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ പപ്പടം കാച്ചിയെടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പേരിയും കാര്യങ്ങളൊക്കെ നമ്മൾ ചോറിൻ്റെ കൂടെ തന്നെ ഉണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഞാൻ എല്ലാവർക്കും കഴിക്കാൻ മാത്രം ഉണ്ടാക്കുകയല്ല ചെയ്തിട്ടുള്ളത്, കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ചോറ് വേറെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. ഇതാണെങ്കിൽ മനുവിന് പറ്റൂല കേട്ടോ. അപ്പം അങ്ങനെ മനുവിന് ഏതായാലും വേണ്ടേനു, അവന് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ എടുത്ത് കഴിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ എന്ന് പറയാൻ എത്രയും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ, സീ യു, ടേക്ക് കെയർ, ബൈ.